ഹലോ അസ്സാമലൈക്കും. ഇന്ന് ഫിഷ് മോള് റെഡിയാക്കിയാൽ അതിന് കരിമീനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 4-5 ഡ്രോപ്സ് ചെറുനാരങ്ങയുടെ നീരും എടുത്തിട്ട് മീനിൻ്റെ മുകളിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. അതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, ഓയിൽ എടുക്കരുത്. എന്നിട്ട് മീൻ ഇട്ട് കൊടുത്തിട്ട് ഒരു ഹാഫ് കുക്ക് ആവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കുക. അതിനുശേഷം പാനിൽ നിന്ന് മീൻ മാറ്റി അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പച്ചമുളക്, ഒരു സവാളയും കൂടി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. അത് വഴണ്ടി വന്നാൽ നമുക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തേങ്ങയുടെ രണ്ടാമത്തെ പാലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. മീനിൻ്റെ മുകളിലായിട്ട് പാല് നിൽക്കണം കേട്ടോ. എന്നിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പാനൊന്ന് അടച്ചു വെച്ചിട്ട് 2-4 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 4 മിനിറ്റ് തന്നെ ഏകദേശം മതിയാവും കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഇപ്പോൾ ഏകദേശം നമ്മളെ മീൻ വേവ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മൂടി തുറന്നതിന് ശേഷം കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു 2 ഡ്രോപ്സ് ചെറുനാരങ്ങയുടെ നീരും ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മളെ തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മളെ മോളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫിഷ് മോളി എല്ലാത്തിലേക്കും നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തി, പൊറോട്ട, പത്തിരിയിലേക്കൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.